Dear friends, I am M.A. Rashid, consultant psychologist. ഇന്ന് സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആത്മാഭിമാനം ഓരോ വ്യക്തിക്കും അത് അത്യാവശ്യമാണ്. ആത്മാഭിമാനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഏത് മേഖലയിൽ നമുക്ക് തിളങ്ങാനും നമ്മുടെ കാര്യങ്ങൾ വളരെ നന്നായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, നമ്മെ തന്നെയും നമ്മുടെ കഴിവുകളെയും നമ്മുടെ മൂല്യത്തെയും മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ് സെൽഫ് എസ്റ്റീം എന്നുള്ളത്. ആത്മാഭിമാനം, നമ്മുടെ നിറം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ രൂപം, നമ്മുടെ ഭാവം, നമുക്ക് നമ്മോട് തന്നെയുള്ള സ്നേഹം, ഈ കാര്യങ്ങളിലൊക്കെ പിന്നെ നമ്മുടെ സെൽഫ് ലവ്, നമ്മോടുള്ള സ്നേഹം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ കഴിവില്ലാത്തവനാണെന്നോ ഞാൻ വളരെ മോശമാണ്, മറ്റുള്ളവരിൽ വ്യത്യസ്തനായി, എൻ്റെ നിറം വളരെ ഇതാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും സെൽഫ് എസ്റ്റീം കുറഞ്ഞവരായി തീരും. അപ്പോൾ ഇഫ് വി ആർ ഇൻ ഹെൽത്തി സെൽഫ് എസ്റ്റീം വി ഫീൽ കേപ്പബിൾ ഓഫ് കോമ്പിറ്റന്റ് ആൻഡ് എംപവേർഡ്. നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ ആരോഗ്യകരമായ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനും നമ്മൾ എന്തിനേയും നമുക്ക് മത്സരിക്കാനും എന്തിനോട് നമുക്ക് ജീവിക്കാനും അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല സ്വയം ശക്തിയുള്ളവരും കഴിവുള്ളവരുമായിട്ട് മാറാൻ സാധിക്കും. നമുക്ക് ഈ സെൽഫ് എസ്റ്റീമിന്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. അതിന്റെ സ്വാധീനം, ഇതിലുള്ള ആളുകൾക്ക് അവർ സെൽഫ് എസ്റ്റീം എഫക്ട്സ് എവറി ഏരിയ ഓഫ് ലൈഫ്. നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ ജോലി, നമ്മൾ ബന്ധപ്പെടുന്ന ആളുകൾ, എവിടെ നമ്മുടെ കരിയറിൽ, നമ്മുടെ എന്ത് ജീവിതത്തിലാണെങ്കിലും നമുക്ക് സെൽഫ് എസ്റ്റീമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നല്ല വിജയം ഉണ്ടാക്കാൻ സാധിക്കും. അത് ഗുണകരമായിരിക്കും. അപ്പോൾ ആത്മാഭിമാനം കുറഞ്ഞവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. അവർക്ക് എപ്പോഴും ഭയമായിരിക്കും, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല, ആങ്സൈറ്റി ഉണ്ടാവും, അവരെക്കുറിച്ച് തന്നെ അവർക്ക് അഭിമാനമില്ല, അവരുടെ കഴിവുകളിൽ അവർക്ക് വിശ്വാസമില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് സെൽഫ് എസ്റ്റീം ഇല്ലാത്ത അവസ്ഥ. അതൊരിക്കലും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്നു വന്നുകൊണ്ട് സെൽഫ് എസ്റ്റീം, നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നു. എൻ്റെ കഴിവുകൾ എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ കഴിവുകൾ ഞാൻ അറിയുകയും എൻ്റെ ബലഹീനതകൾ ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സെൽഫ് എസ്റ്റീം എന്നുള്ളത്. പക്ഷേ ആത്മാഭിമാനം കൂടുതലുള്ളവർക്ക് പ്രതിരോധശേഷിയും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെങ്ങനെ, ഹൗ ടു ബിൽഡ് സെൽഫ് എസ്റ്റീം, എങ്ങനെ സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമുക്ക് നോക്കാം. സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് സ്റ്റാർട്ട്സ് വിത്ത് സെൽഫ് അവെയർനെസ്, അതുപോലെ സെൽഫ് അക്സെപ്റ്റൻസ് ആൻഡ് സെൽഫ് കമ്പാഷൻ. നമുക്ക് സ്വയം നമ്മളോടുള്ള അനുകമ്പ, നമ്മളെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടായിരിക്കണം, നമ്മൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മളെ കഴിവുകളും നമ്മളെ ബുദ്ധിയും ഒക്കെ നമുക്കുണ്ട് എന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ സെൽഫ് അവെയർനെസ്, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയണം. ഞാൻ ഇതൊക്കെ അറിയുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന കഴിവുകളൊക്കെ ഉണ്ട് നാം സ്വയം തിരിച്ചറിയുമ്പോൾ നമുക്ക് എവിടെ പോകാനും ആരുടെ മുന്നിൽ ഉയർന്നു നിൽക്കാനൊക്കെ സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും നമ്മളെ ബലഹീനതകളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറയായ സെൽഫ് എസ്റ്റീമിനെ ഉയർത്തിക്കൊണ്ടുവരാം. അതിനെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്വയം അറിയുകയും നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുകയും നമുക്ക് ഇല്ലാത്ത കഴിവുകളെ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഉള്ള കഴിവുകൾ വളർത്തിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ നല്ല സെൽഫ് ലവ്, സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് കോൺഫിഡൻസ് അവയൊക്കെ ഉള്ള ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.